പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടപ്പിലാക്കിയിട്ടുള്ള 4 ഇയർ ഡിഗ്രി അതിന്റെ സെക്കൻഡ് സെമസ്റ്റർ അവസാനിച്ചു. ഇനി തേർഡ് സെമസ്റ്ററിലേക്ക് വിദ്യാർത്ഥികൾ കടക്കാൻ പോവുകയാണ്. തേർഡ് സെമസ്റ്ററിലെ സബ്ജക്റ്റുകൾ ഏതൊക്കെയെന്ന് ഒട്ടേറെ വിദ്യാർത്ഥികൾ ചോദിക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ആബിദ് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് സബ്ജക്റ്റ് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. തേർഡ് സെമസ്റ്ററിലെ സബ്ജക്ട് ആദ്യം തന്നെ ഈ പറയുന്ന സബ്ജക്റ്റിൽ BBA പെടില്ല, BCA പെടില്ല, അതുപോലെ തന്നെ ഡബിൾ മെയിനും പെടില്ല. ബാക്കി എല്ലാ സബ്ജക്റ്റുകളും ഉൾക്കൊള്ളുന്ന പാർട്ടാണ് ഫസ്റ്റ് പറയുന്നത്. പിന്നെ BBA, പിന്നെ BCA, പിന്നെ ഡബിൾ മെയിൻ എന്ന രീതിയിലാണ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തേർഡ് സെമസ്റ്റർ സബ്ജക്ട് നിങ്ങൾ ആദ്യത്തെ 2 സെമസ്റ്ററിലായിട്ട് മേജർ, ഫസ്റ്റ് സെമസ്റ്ററിൽ ഒരു മേജറും സെക്കൻഡ് സെമസ്റ്ററിൽ ഒരു മേജറും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി തേർഡ് സെമസ്റ്ററിൽ 2 മേജർ ഉണ്ടാവും, മേജർ 3യും മേജർ 4ഉം. അതുപോലെ തന്നെ ആദ്യത്തെ 2 സെമസ്റ്ററിലായിട്ട് 4 മൈനറുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 2 സെമസ്റ്ററിൽ 2 മൈനറും സെക്കൻഡ് സെമസ്റ്ററിൽ 2 മൈനറും, 4 കഴിഞ്ഞു. ഇനി മൈനർ 5ഉം മൈനർ 6ഉമാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ആ സബ്ജക്റ്റുകൾ. പിന്നെ MDC ഉള്ളത് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്ന MDC ആണ് പഠിക്കാനുള്ളത്, കേരള നോളജ് സിസ്റ്റം. അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ സെമസ്റ്ററുകളൊക്കെ MDC ഡിപ്പാർട്ട്മെന്റ് നമ്മളെ ഇഷ്ടത്തിന് ചൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ സെമസ്റ്ററിലെ MDC തരുന്നത് കേരള നോളജ് സിസ്റ്റം ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ MDC പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വാല്യൂ ആഡഡ് കോഴ്സ് 1 ആയിട്ട് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന വാല്യൂ ആഡഡ് കോഴ്സുമാണ് ഉള്ളത്. അപ്പൊ 2 ഇംഗ്ലീഷ് പേപ്പർ ഈ സെമസ്റ്ററിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ 2 മേജർ, 2 മൈനർ, ഒരു MDCയും ഒരു വാല്യൂ ആഡഡ് കോഴ്സുമാണ് തേർഡ് സെമസ്റ്ററിൽ. BBA, BCA, അതുപോലെ തന്നെ നമ്മളെ ഡബിൾ മെയിൻ ഒഴികെയുള്ള ബാക്കിയുള്ള സബ്ജക്റ്റുകൾക്കുള്ള കോഴ്സുകൾക്കുള്ള സബ്ജക്റ്റുകൾ. ഇനി BBA നോക്കുമ്പോൾ BBA മേജർ 7 ഡൊമസ്റ്റിക് ലോജിസ്റ്റിക് മാനേജ്മെന്റ്, മേജർ 8 ബിസിനസ് ആൻഡ് കോർപ്പറേറ്റ് റെഗുലേഷൻ, മേജർ 9 HRM, മേജർ 10 സ്ട്രാറ്റജിക് കോസ്റ്റ് അനാലിസിസ്. പിന്നെ ഉള്ളത് SEC സ്കിൽസ് ഫോർ എംപ്ലോയബിലിറ്റി എന്നുള്ള SEC സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ്, MDC കേരള നോളജ് സിസ്റ്റം. ഈ രീതിയിലാണ് BBA കോഴ്സിൻ്റെത്. ഇനി അടുത്തത് BCA കാര്യമാണ് പറയുന്നത്. മേജർ 7 ഡാറ്റ സ്ട്രക്ചർ യൂസിങ് C, മേജർ 8 കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, മേജർ 9 ഇൻട്രൊഡക്ഷൻ ടു ഡാറ്റ സയൻസ്, മേജർ 10 ഫൗണ്ടേഷൻ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. പിന്നെ SEC സ്കിൽ എൻഹാൻസ്മെന്റ് വെബ്സൈറ്റ് ഡിസൈനിങ് യൂസിങ് കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്നുള്ള കോഴ്സ്. പിന്നെ MDC കേരള നോളജ് സിസ്റ്റം. അതുപോലെ തന്നെ ഡബിൾ മെയിൻ കോഴ്സുകളുടേതാണ് അടുത്തത്. ഡബിൾ മെയിനിന് 4 മേജറും ഒരു വാല്യൂ ആഡഡ് കോഴ്സും പിന്നെ MDC കേരള നോളജ് സിസ്റ്റം എന്നുള്ള പേപ്പറുമാണ് ഉള്ളത്. ഈ രീതിയിലാണ് സിലബസിൽ പറയുന്ന തേർഡ് സെമസ്റ്ററിലെ സബ്ജക്റ്റുകൾ. ഓക്കെ, താങ്ക് യു.